ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സഹകരണ മേഖലയെ കൊള്ളയടിക്കുന്നു. TN പ്രതാപൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാൻ മത്സരിക്കുകയാണെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ പറഞ്ഞു. ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാർ തീരുമാനം തിരുത്തിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റി അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയിലെ സഹകരണ സ്ഥാപനങ്ങൾക്ക് ആദ്യമായി സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യത്തെ പ്രധാനമന്ത്രി ആയ നെഹ്റു ഏറ്റവും താല്പര്യത്തോടു കൂടി ദേശീയ തലത്തിൽ നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ മുൻകൈയെടുത്ത ആളാണ്. കേരളത്തിൽ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ഐക്യ കേരളം ഉണ്ടായതിനു ശേഷം കേരളത്തിൽ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ എല്ലാ ഗവൺമെൻറ്റുകളും സഹകരണ മേഖല സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതിന് വേണ്ടിയും നിരന്തരമായി ഇടപെട്ടിട്ടുണ്ട്. നമ്മുടെ നാഷണലിസ്റ്റ് ബാങ്കുകളും ഷെഡ്യൂൾ ബാങ്കുകളും ഉൾപ്പെടെയുള്ള റിസർവ് ബാങ്കിൻ്റെ കീഴിലും അതല്ലാതെയും പ്രവർത്തിക്കുന്ന മുഖ്യധാര ധനകാര്യ സ്ഥാപനങ്ങൾ പലപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി വരുന്ന സാമ്പത്തിക വിനിമയ കാര്യങ്ങളിൽ വിമുഖത കാണിക്കുകയും കോടീശ്വരന്മാരും ദശകോടീശ്വരന്മാരുമായ സമ്പന്നന്മാർക്ക് വേണ്ടി നാഷണലിസ്റ്റ് ബാങ്കുകളുടെയും ഷെഡ്യൂൾ ബാങ്കുകളുടെയും സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയും അങ്ങനെ ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് പ്രൈമറി തലങ്ങളിൽ പ്രാഥമിക തലങ്ങളിൽ അടക്കം നമ്മൾ സ്കൂളുകളിൽ സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്, കോളേജുകളിൽ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്. ഈ സമൂഹത്തിൽ ഏതൊക്കെ മേഖല അത് കയറും അല്ലെങ്കിൽ പാലും ഫിഷറീസും മാത്രമല്ല. KCEF താലൂക്ക് പ്രസിഡന്റ് സലീം കൈപ്പമംഗലം അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി TM നാസർ മുഖ്യ പ്രഭാഷണം നടത്തി. PS മുജീബ് റഹ്മാൻ, CP തമ്പി, PP ജോൺ, EA ഷിജു, സാബിക് ബഷീർ, രാജേന്ദ്രൻ, വീണ റോം, അഖിൽ മേനോൻ, സജീന, സഹജാത്മൻ, ഗഫൂർ ഖാൻ, അരുൺ ദാസ്, ഇസാബ് ഹുസൈൻ എന്നിവർ സംസാരിച്ചു. കാര്യങ്ങൾക്കപ്പുറം എത്രത്തോളമാണ് എന്ന് മലയാളി കേട്ടറിഞ്ഞ, കണ്ടറിഞ്ഞ, അനുഭവിച്ചറിഞ്ഞ കാലഘട്ടങ്ങളായിരുന്നു പ്രളയത്തിൻ്റെയും അതുപോലെ തന്നെ കോവിഡിൻ്റെയും മഹാമാരിയിലെല്ലാം നമ്മൾ കണ്ടതും അനുഭവിച്ചതും. കേരളത്തിൻ്റെ നട്ടെല്ലായ സഹകരണ മേഖലയെ ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സഹകരണ മേഖലയെ കൊള്ളയടിക്കുന്ന ഒരവസ്ഥ, കറവപ്പശുവാക്കുന്ന ഒരവസ്ഥയിലേക്കാണ്, അത്തരമൊരു ദുരിതാവസ്ഥയിലാണ് കേരളത്തിലെ സഹകരണ ജീവനക്കാരുടെ ഏറ്റവും വലിയ സമര പോരാട്ട പ്രസ്ഥാനമായ KCF-ന് കേരളത്തിലുടനീളം ഇത്തരത്തിലൊരു സമര പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടി വന്നത്.